എല്ലാ മാന്യ ശ്രോതാക്കൾക്കും MGM റേഡിയോ ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാമായണ മാസമാണല്ലോ ഇത്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ കഥയെ അടിസ്ഥാനമാക്കി 6 ഭാഗങ്ങളുള്ള ഒരു ശബ്ദശില്പമാണ് ഇവിടെ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ആദ്യം ബാലകാന്ഡം 1. രാമായണത്തിലെ സുപ്രധാന വരികൾ, നാടകീയ മുഹൂർത്തങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി അതിമനോഹരമായതും നാടകീയത മുറ്റുനിൽക്കുന്നതുമായ ശബ്ദശില്പമാണിത്. ഈ പരിപാടിയുടെ സംഗീതം യശശരീരനായ സംഗീതജ്ഞൻ MG രാധാകൃഷ്ണനും രചനയും ആഖ്യാനവും ആകാശവാണിയിലെ പ്രസിദ്ധ നാടക നടൻ P. ഗംഗാധരൻ നായരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ശബ്ദശില്പം വിദ്യാഭ്യാസ പരിപാടിയുടെ സംവിധായകനായ A. പ്രഭാകരൻ സംവിധാനം ചെയ്തിരിക്കുന്നു. മലയാള നാടക സിനിമാ രംഗത്തെ പ്രസിദ്ധരായ നടന്മാരും ആകാശവാണിയിലെ അനുഗ്രഹീത ശബ്ദ കലാകാരന്മാരുമായ TR സുകുമാരൻ നായർ, വക്കം ഷക്കീർ, P. ഗംഗാധരൻ നായർ, S. രാമൻകുട്ടി നായർ, TP രാധാമണി, CS രാധാദേവി, ലീല പണിക്കർ, കൊല്ലം തുളസി, S. സോമശേഖരൻ നായർ, ആറന്മുള കുഞ്ഞമ്മ, MG ശ്രീകുമാർ, സ്പോട്ട് സുരേഷ് കുമാർ, P. തങ്കച്ചൻ, സതീഷ് ചന്ദ്രൻ, MGK പിള്ള, KG ദേവകിയമ്മ, S. വേണു തുടങ്ങിയവർ ശബ്ദം നൽകിയ ഈ ശബ്ദശില്പം തികച്ചും വ്യത്യസ്തമായൊരു പരിപാടിയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം മഹത്തായ മനുഷ്യധർമ്മങ്ങളുടെ അനശ്വരമായ സാരാംശമാണ്. രാമൻ എന്ന പുരുഷൻ ഒരു രാജാവും മകനും ഭർത്താവും സഹോദരനുമാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന മനസംഘർഷങ്ങളുടെ കഥ കൂടിയായ രാമായണം വർത്തമാനകാലത്തിന് നേരെ ഒരു കണ്ണാടിയായതുകൊണ്ടാണ് അത് കൂടുതൽ മൂല്യവത്താകുന്നത്. 6 കാണ്ഡങ്ങളായി അവതരിപ്പിക്കുന്ന ഈ ശബ്ദശില്പത്തിൻ്റെ ആദ്യ ഭാഗമായ ബാലകാന്ഡം ആരംഭിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ഭക്തജനങ്ങളെ, പരമകാരുണികനും മഹാവിഷ്ണുവിന്റെ അവതാര സ്വരൂപവുമായ ശ്രീരാമചന്ദ്രന്റെ അദ്ഭുത കഥാമൃതം തുള്ളിത്തുളുമ്പുന്ന അധ്യാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വിശിഷ്ട ഗ്രന്ഥമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ചുറ്റും തിരിയിട്ട് കത്തിച്ച് നിലവിളക്കിനു മുമ്പിൽ അഷ്ടഗന്ധത്തിന്റെയും കർപ്പൂരത്തിന്റെയും സുഗന്ധം പരക്കുമ്പോൾ രാമായണത്തിലെ വരികൾ മധുരതരമായി പാരായണം ചെയ്യുന്ന ആ കാലത്തേക്ക് തിരിച്ചു പോകാം. എഴുത്തച്ഛന്റെ ശാരിക പൈതൽ ശ്രീരാമകഥ കേൾക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ
ആവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദം എന്നുടെ നാവു തന്മേൽ. വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. വാരണമുഖനായ ഗണനായകനെയും വാണീ മാതാവിനെയും നന്നായി മനസ്സിൽ ധ്യാനിച്ച് ശാരിക പൈതൽ കഥ തുടർന്നു. രാവണൻ തുടങ്ങിയ രാക്ഷസപരീക്ഷകളുടെ ശല്യം അസഹ്യമായി തീർന്നപ്പോൾ ഭൂമിദേവി ദേവതാപസ സമൂഹത്തോടെ ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനോട് സങ്കടമറിയിച്ചു. ബ്രഹ്മാവ് ജഗന്നിയന്താവായ മഹാവിഷ്ണുവിന് ശരണം പ്രാപിച്ച് കേണപേക്ഷിച്ചു. ഭഗവാനെ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ആശ്രയത്തിനില്ല. അവിടുന്ന് അറിയാത്തതായി ഈ ലോകത്തിൽ എന്തെങ്കിലുമുണ്ടോ? നിൻ തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തി കന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി. സന്തതം നമസ്കാരമതിനു മധുരിപ്പോ ചെന്തളിരടീണ ചിന്തിക്കായി വരേണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിന്ന ബ്രഹ്മാവിനോട് മഹാവിഷ്ണു മന്ദഹാസത്തോടെ അരുളി ചെയ്തു. ബ്രഹ്മദേവ, പണ്ട് ഭക്തിയോടെ എന്നെ സേവിച്ചിരുന്ന കശ്യപ പ്രജാപതിക്ക് ഞാനൊരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാക്ക് പാലിക്കുന്നതിന് ഏറ്റവും പറ്റിയ അവസരം ഇതാണ്. കശ്യപൻ ദശരഥൻ എന്ന പേരിൽ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അദിതി കൗസല്യയായും ജനിച്ചിട്ടുണ്ട്. കൗസല്യയുടെ മകനായി ഞാൻ ജനിക്കും. എന്റെ സഹോദരന്മാരായി 3 പേരുണ്ടാകും. എന്റെ ശക്തിയായ വിശ്വേശ്വരി യോഗമായാദേവി ജനകാലയത്തിൽ രാക്ഷസ വംശനാശത്തിന് കാരണഭൂതയായി വന്നു ജനിക്കും. ഭൂമിദേവിക്ക് അമിതഭാരം കൊണ്ടുണ്ടായ ദുഃഖം പരിഹരിക്കാൻ നിങ്ങളെല്ലാവരും വാനരവീരന്മാരായി ജനിക്കണം. ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ഭഗവാൻ ശ്രീനാരായണൻ അന്തർധാനം ചെയ്തു. അക്കാലത്ത് അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. അമിത ഗുണവാനായ ദശരഥ മഹാരാജാവ് അയോധ്യാധിപതിയായി കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ ധർമ്മതാരങ്ങളോടുകൂടി രാജ്യപരിപാലനം നടത്തി വന്നിരുന്നു. മക്കളില്ലാത്ത ദുഃഖം കരുണാവാരിധിയായ ആ മഹാരാജാവിന് വല്ലാതെ തളർത്തിയിരുന്നു. ഒരു ദിവസം ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് ഭക്തിപൂർവം വണങ്ങിയിട്ട് ചോദിച്ചു: വസിഷ്ഠ മഹാമുനി, സന്താനമില്ലാത്ത ദുഃഖം എന്നെ വല്ലാതെ പരിക്ഷീണനാക്കുന്നു. പത്നിമാർക്കും അതുനിമിത്തം മനോദുഃഖം വർദ്ധിച്ചു വരികയാണ്. പുത്രന്മാരില്ലാത്തതുകൊണ്ട് രാജ്യാദികളായ സകല സമ്പത്തും ഐശ്വര്യവും വേദനാജനകങ്ങളായി തോന്നുന്നു. സന്താനലബ്ധിക്ക് ഇനി സ്വീകരിക്കേണ്ട ഉത്തമമായ മാർഗം ഏതാണെന്ന് അവിടുന്ന് അരുളി ചെയ്താലും. രാജൻ, അങ്ങേക്ക് സന്താനഭാഗ്യം ഇല്ലെന്നോർത്ത് ദുഃഖിക്കേണ്ടതില്ല.
അങ്ങയ്ക്ക് സർവഗുണ സമ്പന്നന്മാരായ 4 പുത്രന്മാരാണ് ജനിക്കാൻ പോകുന്നത്. വൈകാതെ തന്നെ ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി കർമ്മം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അവിടുത്തെ ആജ്ഞ ശിരസാ വഹിക്കുന്നു ഗുരു. ഉടനെ യാഗത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ദശരഥ മഹാരാജാവ് വസിഷ്ഠ ഗുരുവിന്റെ നിയോഗമനുസരിച്ച് സരയൂ നദിയുടെ തീരത്ത് പുത്രകാമേഷ്ടിക്കുള്ള യാഗശാല പണിയിച്ചു. വിഭാണ്ഡകമുനിയുടെ പുത്രനായ ഋഷ്യശൃംഖനെയും വരുത്തി മഹാരാജാവ് യാഗദീക്ഷ ആരംഭിച്ചു. അശ്വമേധാനന്തരം താപസന്മാരോടുകൂടി ദശരഥ മഹാരാജാവ് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഋഷ്യശൃംഖന്റെ നേതൃത്വത്തിൽ പുത്രകാമേഷ്ടി കർമ്മം ഭംഗിയായി നടത്തി. സകല ദേവന്മാരും യാഗകർമ്മത്തിൽ പരമമായ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പെട്ടെന്ന് ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു സ്വർണപാത്രത്തിൽ പായസവുമായി അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ദശരഥ, അങ്ങയ്ക്ക് പുത്രന്മാർ ജനിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ദേവനിർമ്മിതമായ ഈ പായസം. ഇത് സ്വീകരിക്കൂ. താപസശ്രേഷ്ഠന്മാരുടെയും കുലഗുരുവിന്റെയും അനുജ്ഞയോടെ പായസം ദശരഥൻ സ്വീകരിച്ചു. ദിവ്യദൃക്കുകളായ മഹർഷിമാർക്കെല്ലാം ദക്ഷിണ നൽകി ഭക്തിപൂർവ്വം നമസ്കരിച്ച ശേഷം കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. അഗ്നിദേവൻ നൽകിയ പായസത്തിന്റെ നേർപകുതി കൗസല്യാദേവിക്കും പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോഴാണ് സുമിത്രയുടെ കാര്യം ഓർമ്മിച്ചത്. പാവം, ആ സഹോദരി പകച്ചു നോക്കി നിൽക്കുകയാണ്. ഒരു നിമിഷം പോലും വൈകാതെ കൗസല്യാദേവി അവർക്ക് കൊടുത്ത പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അതുകണ്ട് കൈകേയിയും തനിക്ക് ലഭിച്ചതിൽ നിന്നും പകുതി സുമിത്രയ്ക്ക് നൽകി. അങ്ങനെ പുത്രലബ്ധിക്കുള്ള ദേവനിർമ്മിതമായ പായസം ഭക്ഷിച്ചു. പായസം ഭക്ഷിച്ചു കഴിഞ്ഞതോടെ കൗസല്യയും കൈകേയിയും സുമിത്രയും ഗർഭവതികളായി തീർന്നു. ഗർഭസംരക്ഷണത്തിനു വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങൾ നടത്താൻ മഹാരാജാവ് വിപ്രന്മാരെ ശട്ടം കിട്ടി. ദാനധർമാദികളെ കൊണ്ട് എല്ലാവരെയും സന്തുഷ്ടരാക്കി. ക്രമേണ 3 പേരും പൂർണ്ണ ഗർഭിണികളായി തീർന്നു. സമയവ്യത്യാസം അധികമില്ലാതെ തന്നെ 4 പുത്രന്മാരും ഉടനുടൻ ജനിക്കുകയും ചെയ്തു. കൗസല്യാദേവിയുടെ തനയനാകട്ടെ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. അങ്ങനെ ജഗദീശ്വരനായ മഹാവിഷ്ണു കൗസല്യാദേവിയുടെ ഓമനപുത്രനായി ജനിച്ച ഉടൻ തന്നെ 1000 സൂര്യദേവന്മാർ ഉദിച്ചു നിൽക്കുന്ന ശോഭയോടെ, ശംഖചക്ര ഗദാ പങ്കജങ്ങളോടെ, കിരീടകുണ്ടലങ്ങളോടെ മാതാവിന് ദർശനമരുളി. ജഗത് സാക്ഷിയും മോക്ഷപ്രദനുമായ ശ്രീ നാരായണമൂർത്തിയാണ് തന്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ ലോകൈക സുന്ദരിയായ കൗസല്യാദേവി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പതേ.
കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. ഭഗവാനെ, ഞാൻ ചെയ്ത മഹാഭാഗ്യത്തിന്റെ ഫലമായിട്ട് അങ്ങയുടെ ഈ ദിവ്യരൂപം കാണാനിടയായി. പക്ഷേ വിശ്വമോഹനമായ ഈ രൂപം, കേവലം അലൗകികമായ ഈ വൈഷ്ണവരൂപം മറ്റുള്ളവർ കാണുന്നതിന് മുൻപ് ദേവേശ അവിടുന്ന് മറയ്ക്കുക. എന്നിട്ട് ലാളിക്കുവാനും ആശ്ലേഷിക്കുവാനും പര്യാപ്തമായ ബാലഭാവം കൊണ്ട് എന്നെ ധന്യയാക്കിയാലും. ഇപ്രകാരം ഭക്തിപൂർവം കൈകൂപ്പി നിന്ന് അപേക്ഷിക്കുന്ന മാതാവിനോട് ഭക്തവത്സലനായ പുരുഷോത്തമൻ അരുളി ചെയ്തു: മാതാവേ, അവിടുത്തെ ഇഷ്ടം ഏതാണെന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ അതായിത്തീരും. രാവണാദി രാക്ഷസന്മാരെ നശിപ്പിച്ച് ലോകർക്ക് സമാധാനം നൽകാൻ വേണ്ടി ബ്രഹ്മാദിദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ഭൂമിയിൽ പിറന്നു എന്ന് മാത്രം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ തന്നെ പുത്രനായി ജനിക്കണമെന്ന നിഷ്ഠയോടെ അവിടുന്ന് വളരെ കാലം എന്നെ സ്തുതിച്ചാരാധിച്ചതുകൊണ്ട് ഞാൻ ഈ രൂപം കാണിച്ചു തന്നതാണ്. എന്റെ രൂപം നിത്യവും ധ്യാനിച്ച് മോക്ഷം നേടിക്കൊള്ളുക. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. മാതാവായ കൗസല്യാദേവിക്ക് ദർശനം നൽകിയ ശേഷം ഭഗവാൻ ബാലഭാവം പൂണ്ട് ശിശുവായി കൈയും കാലും കുടഞ്ഞ് കരയാൻ തുടങ്ങി. പുത്രൻ ജനിച്ച വാർത്തയറിഞ്ഞ് പരമാനന്ദചിത്തനായ ദശരഥ മഹാരാജാവ് പുത്രനെ കാണാനായി പുറപ്പെട്ടു. പുത്രമുഖം ദർശിച്ച് ആനന്ദ നിർവൃതി അടഞ്ഞ മഹാരാജാവ് ജാതകർമ്മവും ദാനങ്ങളും മുറപോലെ നടത്തി. പിറ്റേ ദിവസം കൈകേയിക്ക് ഒരു പുത്രൻ ജനിച്ചു. സുമിത്രയ്ക്ക് 2 പുത്രന്മാരും ജാതരായി. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യത്തിൽ ശിശുക്കൾക്ക് നാമകരണം നടത്തി. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയീ തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനം നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനം ഭാര്യമാരുമായാനന്ദിച്ച. കൗസല്യേ, സ്വാമി, പുത്രസൗഭാഗ്യം വിധിക്കപ്പെടാത്തവരാണ് നമ്മൾ എന്ന മഹാദുഃഖത്തിൽ നിന്നും നാം വിമുക്തരായി. അല്ലേ ദേവി? ശരിയാണ് സ്വാമി. എല്ലാം നമ്മുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണെന്ന് കരുതി സന്തോഷിക്കാം. വസിഷ്ഠ ഗുരു കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ജനന സമയത്തെയും ഗ്രഹങ്ങളുടെ നിൽപ്പിനെയും ആധാരമാക്കി കർമ്മഭാവത്തെ നേരത്തെ തന്നെ കണ്ടറിഞ്ഞു തന്നെയാണ് പേരുകൾ നൽകിയത്. രാമൻ, രാമ, രാമചന്ദ്ര. പേര് വിളിച്ചപ്പോ രാമകുമാരൻ അങ്ങേ നോക്കുന്നു. ശ്യാമള നിറം പൂണ്ട കോമളകുമാരൻ അല്ലേ കൗസല്യേ? അതെ സ്വാമി. അതാ കൈകേയി നോക്കി നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? കൈകേയി, നാഥ,
എങ്ങനെയുണ്ട് നമ്മുടെ ഓമന മകൻ? ഇതാ ആ കൈകൾ നീട്ടു, അങ്ങോട്ട് തരാം. ഭരണ നിപുണൻ എന്നല്ലേ ഗുരുദേവൻ പറഞ്ഞത്? ചുംബനം നൽകി അവനെ അനുഗ്രഹിക്കൂ. വരൂ മകനെ. സുമിത്രയാണ് ഭാഗ്യവതി. അവൾ 2 ഓമനപുത്രന്മാരുടെ അമ്മയായി. സുമിത്രേ, ലക്ഷണയുക്തനായ ലക്ഷ്മണനും ശത്രുക്കളെ ഹനിക്കുന്ന ശത്രുഘ്നനും നിനക്ക് മക്കളായി ലഭിച്ചു അല്ലേ? അതെ മഹാരാജൻ. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എന്നും ഒരുമിച്ച് കഴിയാനുള്ള സൗഭാഗ്യത്തോടെയാണ് ജനിച്ചിരിക്കുന്നത്. പായസാർത്ഥം നൽകിയ കണക്കനുസരിച്ച് സുമിത്രയുടെ നിഗമനം ശരിയാണ്. എല്ലാം ദൈവനിശ്ചയം. അങ്ങനെ പരമസുന്ദരന്മാരായ ശിശുക്കൾ കളിച്ചും ചിരിച്ചും എല്ലാ ബന്ധുമിത്രാദികളുടെയും മനം കവരുന്ന ഓമനകളായി ഭൂമിക്ക് അലങ്കാരങ്ങളായി വളർന്നു വന്നു. ബാല്യം കഴിഞ്ഞ് മെല്ലെ കൗമാരത്തിലേക്ക് കടന്നു. വസിഷ്ഠ മഹാമുനി വിധി പോലെ കുമാരന്മാർക്ക് ഉപനയന കർമ്മം നടത്തി. വേദവേദാംഗാദികളെല്ലാം വിഷ്ണുവിന്റെ ശ്വാസരൂപങ്ങളാകയാൽ അവതാരപുരുഷനായ ശ്രീരാമന് എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമെല്ലാം ഒരുപോലെ സമർത്ഥരും ബുദ്ധിശാലികളുമായിരുന്നു. വേദപാഠങ്ങൾ അവർക്കും പഠിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ എളുപ്പം സാധിച്ചു. ശ്രീരാമലക്ഷ്മണന്മാർ സേവ്യസേവകഭാവത്തോടും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യഭാവത്തോടും അനുദിനം പുലർന്നു വന്നു. നിത്യവും ഉഷസ്സിലുണർന്ന് കുളിച്ച് ആചമിച്ച ശേഷം മാതാപിതാക്കളുടെ പാദങ്ങൾ തൊട്ടുവണങ്ങുക ശ്രീരാമലക്ഷ്മണാദികളുടെ പതിവായിരുന്നു. ധർമ്മപരിപാലനത്തിലും ശിക്ഷാനിയമത്തിലും സവിശേഷ ശ്രദ്ധ സ്വീകരിച്ചിരുന്നു രാമലക്ഷ്മണന്മാർ. അക്കാലത്ത് ഒരു ദിവസം മുനികുലമുഖ്യനായ വിശ്വാമിത്രൻ അതികോമള രൂപം പൂണ്ട് രാമനായി ഭൂമിയിൽ അവതരിച്ച പരമാത്മാവിനെ ദർശിക്കുവാൻ അയോധ്യയിൽ എത്തിച്ചേർന്നു. അപ്രതീക്ഷിതമായ അയോധ്യയിൽ വന്ന വിശ്വാമിത്ര മഹർഷിയെ കണ്ട് സംഭ്രമത്തോടുകൂടി വേഗം എഴുന്നേറ്റ് വസിഷ്ഠ ഗുരുവിനോടൊപ്പം ചെന്ന് വിധിയാമണ്ണം പൂജിച്ച് നമസ്കരിച്ച് ഭക്തിപൂർവം മന്ദഹാസത്തോടെ മഹർഷി ശ്രേഷ്ഠനോട് പറഞ്ഞു: മുനിപുങ്കവ, നീ തിരുവടി എഴുന്നള്ളിയത് നിമിത്തം എന്റെ ജന്മവും ഇന്ന് സഫലമായി തീർന്നു. ഞാൻ കൃതാർത്ഥനുമായി. ദയവായി അവിടെ നിങ്ങോട്ട് എഴുന്നള്ളിയ കാരണം അരുളി ചെയ്താലും. മടിക്കണ്ട, എന്നാലാകുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ദശരഥ മഹാരാജൻ, വന്ന കാര്യം ഞാൻ പറയാം. അമാവാസത്തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ഹോമം ചെയ്യുന്ന പതിവ് എനിക്കുണ്ട്. ആ ഹോമത്തെ മാരീച സുബാഹുക്കളും അവരുടെ അനുചരന്മാരായ രാക്ഷസന്മാരും ചേർന്ന് മുടക്കുന്നു. അവരെ നിഗ്രഹിച്ച് യാഗരക്ഷ ചെയ്യാനായി രാജൻ അങ്ങ് രാമകുമാരനെ എന്നോടൊന്ന് ചയിക്കണം. വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം. ഒട്ടും മടി വിചാരിക്കരുത്. വസിഷ്ഠാചാര്യ, ഞാൻ വിശ്വാമിത്ര മഹർഷിയോട് എന്താണ് മറുപടി പറയേണ്ടത്? എന്റെ മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെടുന്നു ഗുരു. കൊതിച്ചു കൊതിച്ചിരുന്ന് കിട്ടിയ കുമാരന്മാരെ പറഞ്ഞയച്ചിട്ട് എങ്ങനെ സമാധാനത്തോടെ ഇവിടെ കഴിയും? എനിക്കത് ചിന്തിക്കുവാൻ പോലും ശക്തി പോരാ ഗുരു. രാമനെ പിരിയുമ്പോൾ ഞാൻ നിശ്ചയമായും മരിക്കും. രാമനെ നൽകാത്ത പക്ഷം വിശ്വാമിത്രൻ എന്റെ വംശനാശം തന്നെ വരുത്തും. എന്താണ് വേണ്ടതെന്ന് അരുളി ചെയ്താലും. ദശരഥ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് ദേവരഹസ്യമാണ്. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. രാമൻ മനുഷ്യനല്ല മഹാരാജാവ്. ബ്രഹ്മദേവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് ഭൂമിഭാരം തീർക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു നിന്റെ മകനായി അവതരിച്ചിരിക്കുകയാണ്. ദശരഥ, മുജ്ജമ്മത്തിൽ നീ കശ്യപ പ്രജാപതിയായിരുന്നു. നിന്റെ ധർമ്മപത്നിയായിരുന്ന അതിഥി ഇന്ന് കൗസല്യയായി. വളരെ വർഷങ്ങൾ സന്തതി ഉണ്ടാകാനായി വിഷ്ണുപൂജാ ധ്യാനാദിയോടെ നിങ്ങൾ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷനായി വരം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പുത്രനായി ജനിക്കണമെന്ന് അപേക്ഷിച്ചത് നിമിത്തം
നാരായണമൂർത്തി പുത്രനായി വന്നു പിറന്നു. അതാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കും. ആദിശേഷനാണ് ലക്ഷ്മണനായി ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശംഖുചക്രങ്ങളാണ് ഭരത ശത്രുഘ്നന്മാർ. ഇനിയും കേൾക്കൂ. യാഗം ചെയ്യുന്ന സമയത്ത് മിഥിലയിൽ യോഗമായാദേവി സീതയായി അയോനിജയായി ഉണ്ടായിട്ടുണ്ട്. രാമനെയും സീതയെയും തമ്മിൽ ചേർക്കുന്നതിനുള്ള നിമിത്തമായിട്ടാണ് വിശ്വാമിത്രൻ എത്തിയിട്ടുള്ളത്. ഇത് പരമരഹസ്യമാണ്, പറയാൻ പാടില്ലാത്ത രഹസ്യം. അതുകൊണ്ട് നീ ഒട്ടും മടിക്കാതെ പുത്രനെ കൂടെ അയക്കൂ. വിശ്വാമിത്ര മഹർഷി, അവിടുത്തെ ആഗ്രഹം നിറവേറ്റിത്തരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്റെ ഓമനകളായ രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയാലും. രാമ, ലക്ഷ്മണ, വരി. ഓമനകളെ, അച്ഛൻ നിങ്ങളെ മാറോടണച്ച് മുകർന്നുകൊള്ളട്ടെ. ആഹാ, എന്റെ ഓമനകുമാരന്മാരെ. അച്ഛാ, ഒരു നിമിഷം. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു അച്ഛാ. മഹർഷി, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയാലും. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമലക്ഷ്മണകുമാരന്മാർ ചില ദേശങ്ങൾ സഞ്ചരിച്ച് കടന്ന ശേഷം വിശ്വാമിത്ര മഹാമുനി ഇപ്രകാരം അരുളി ചെയ്തു. ദാഹവും വിശപ്പുമുണ്ടാകാതെയിരിക്കാനായി മാഹാത്മ്യമേറുന്നോരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതകളീ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ബലയും അതിബലയും മന്ത്രങ്ങൾ ധ്യാനിച്ച് വിശപ്പും ദാഹവും ശമിച്ച ശ്രീരാമലക്ഷ്മണന്മാരും ഒന്നിച്ച് വിശ്വാമിത്രൻ പെട്ടെന്ന് ഗംഗാനദി കടന്ന് അക്കരെ എത്തിച്ചേർന്നു. വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്ന ഒരു വനപ്രദേശമായിരുന്നു. രാമലക്ഷ്മണന്മാർ ഭയമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ വീരകുമാരന്മാർ ഘോര വനപ്രദേശത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഉള്ളിലൂറുന്ന ചിരിയോടെ മഹർഷി വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. രാഘവ, സത്യപരാക്രമങ്ങൾക്ക് സമുദ്രമായുള്ളവരെ, അങ്ങ് ഈ വനം കാണുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഈ വനപ്രദേശത്തുകൂടി ഒരു ജീവിയും പോകാറില്ല. ഇഷ്ടം പോലെ ചിന്തിക്കുന്ന മാത്രയിൽ രൂപം മാറ്റാൻ കഴിവുള്ളവളും ഭയങ്കരിയുമായ താടക താമസിക്കുന്ന കാടാണിത്. അവളെ പേടിച്ച് ആരും നേരെയുള്ള വഴിയിലൂടെ പോകാറില്ല. കുമാര, താടകയെ നീ ഉടൻ തന്നെ വധിക്കണം. അതുകൊണ്ട് ഒരു ദോഷവും വരുന്നില്ല. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു തീരുന്നതിനു മുമ്പ് തന്നെ ശ്രീരാമദേവൻ വില്ലിന്റെ ഞാൺ ചെറുതായൊന്ന് വലിച്ചുവിട്ടു. അതിന്റെ ശബ്ദം ആ പ്രദേശത്തെ ആകമാനം വിറപ്പിച്ചു. ഞാണല് കേട്ട് കോപിച്ച നിശാചരി താടക കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ കുമാരന്മാരെ ഭക്ഷിപ്പാനായി പാഞ്ഞെടുത്തു. പെട്ടെന്ന് രാമദേവൻ ഒരു ശരം തൊടുത്ത് താടകയുടെ നേർക്കയച്ചു. ആ അമ്പ് ചെന്ന് താടകയുടെ മാറിൽ തന്നെ ലക്ഷ്യം തെറ്റാതെ തറച്ചു. അതാ അവൾ, ആ രാക്ഷസി, ചിറകറ്റ പർവ്വതം പോലെ നിലത്തു വീണു. പെട്ടെന്ന് സ്വർണാഭരണ വിഭൂഷിത ഗാത്രിയും പരമസുന്ദരിയുമായ ഒരു യക്ഷിയായി അവൾ മാറി. ശാപം നിമിത്തം രാക്ഷസിയായി തീർന്ന അവൾ ശ്രീരാമദേവന്റെ അനുജ്ഞ അനുസരിച്ച് ദേവലോകം പോയി. അതിനുശേഷം വിശ്വാമിത്രൻ എല്ലാ ദിവ്യാസ്ത്രമന്ത്രങ്ങളും രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ദിവസം മനോഹരമായ കാനനപ്രദേശത്ത് ഒരാശ്രമത്തിൽ രാത്രി കഴിച്ചുകൊണ്ടു. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ.
വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. വിശ്വാമിത്ര മഹർഷി, അവിടുന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ യാഗദീക്ഷ ആരംഭിച്ചാലും അങ്ങേ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉപദ്രവകാരികളായ നിശാചരരെ കാണിച്ചു തന്നാൽ മാത്രം മതി. അവരെയെല്ലാം എൻ്റെ ബാണത്തിന് ഇരയാക്കുന്നുണ്ട്. ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ മഹർഷി വിശ്വാമിത്രൻ യാഗകർമ്മങ്ങൾ ആരംഭിച്ചു. അതും കാത്തുനിന്ന് രാക്ഷസ സൈന്യം മധ്യാഹ്ന സമയത്ത് യാഗവേദിക്ക് നേരെ മുകളിൽ നിന്ന് രക്തവൃഷ്ടി നടത്താൻ തുടങ്ങി. നിമിഷ നേരത്തിനുള്ളിൽ 2 ശരങ്ങൾ വില്ലിൽ തൊടുത്തു വലിച്ച് മാരീചന്റെയും സുബാഹുവിന്റെയും നേരെ പ്രയോഗിച്ചു. ശരമേറ്റ് സുബാഹു മരണമടഞ്ഞു. അത് കണ്ട് ഭയന്ന മാരീചൻ നെട്ടോട്ടം ഓടി. ശ്രീരാമബാണം പിന്നാലെ പാഞ്ഞു. മാരീചൻ 1 യോജന ദൂരം ഓടി. രക്ഷയില്ലാതെ സമുദ്രത്തിൽ ചാടി. ബാണം അവിടെയും എത്തി. മറ്റെങ്ങും ഒരു ശരണമില്ലാതായപ്പോൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അഭയം തേടി. ഭക്തവത്സലനായ രാമചന്ദ്രൻ അഭയം നൽകിയത് നിമിത്തം അന്നുമുതൽ മാരീചൻ ശ്രീരാമഭക്തനായി തീരുകയും ചെയ്തു. മറ്റുള്ള രാക്ഷസപ്പടയെ മുഴുവൻ ലക്ഷ്മണൻ കൊന്നൊടുക്കി. സന്തോഷാധിക്യത്താൽ ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവവാദ്യങ്ങൾ മുഴക്കി സ്തുതിച്ചു. വിശ്വാമിത്രനാകട്ടെ, കുമാരന്മാരെ, നാം ഇങ്ങനെ വൃഥാ കാലം കളയുന്നത് പന്തിയല്ല. ജനക മഹാരാജാവിന്റെ മഹായജ്ഞം കാണാൻ നമുക്കുടനെ പുറപ്പെടാം. വിദേഹ രാജ്യത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ കനിഞ്ഞു നൽകിയ ത്രയ്യംബകം എന്ന വില്ല് സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുമുതലേ മഹാരാജാക്കന്മാർ പൂജിച്ച് ആരാധിച്ച് സൂക്ഷിക്കുന്നതാണ് ആ വില്ല്. ആ അതിവിശിഷ്ടമായ വില്ല് അങ്ങ് കാണേണ്ടതാണ്. വരൂ, നമുക്കുടനെ പുറപ്പെടാം. കുമാരന്മാരോടും മറ്റു മഹർഷിമാരോടും ഒന്നിച്ച് വിശ്വാമിത്രൻ ഗംഗാതീരത്തേക്ക് നടന്നു. അവിടെ ദിവ്യങ്ങളായ വൃക്ഷങ്ങളാലും ലതാകുസുമ ഫലങ്ങളാലും നയനാനന്ദകരമായ ഗൗതമാശ്രമ പ്രദേശത്ത് എത്തിച്ചേർന്നു. സർവമോഹനവും ജന്തുവിഹീനവുമായ ആശ്രമപ്രദേശം കണ്ട് രാമകുമാരൻ, മഹർഷി, ഏതാണ് ഈ ആശ്രമം? വിശ്രമയോഗ്യവും നയനാനന്ദകരവും ജന്തുവിഹീനവുമായ ഈ ആശ്രമം ഏതാണ്? മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ. എന്താണതിന് കാരണമെന്ന് പറഞ്ഞാലും മഹർഷി. പറയാം രാമകുമാര, കേൾക്കൂ. ശുദ്ധമായ തപസ്സിദ്ധിയുള്ള ഗൗതമ മുനി ഗംഗാതീരത്ത് പരിപാവനമായ ആശ്രമത്തിൽ വാഴുന്ന കാലം ബ്രഹ്മാവ് പരമസുന്ദരിയും പവിത്രയുമായ തന്റെ മകൾ അഹല്യയെ ഗൗതമന് സഹധർമ്മിണിയായി നൽകി. ഭർത്തൃശുശ്രൂഷയിലും ബ്രഹ്മചര്യാദികളിലും ബദ്ധശ്രദ്ധയായ അഹല്യയിൽ ഗൗതമൻ സന്തുഷ്ടനായിരുന്നു. അവരൊരുമിച്ച് ഇവിടെ ഗംഗാതീരത്ത് വളരെ കാലം വസിച്ചു. വിശ്വമോഹിനിയായ അഹല്യയുടെ രൂപം കണ്ട് ഇന്ദ്രൻ കാമപരവശനായി തീർന്നു. ആ രൂപം ധ്യാനിച്ച് ധ്യാനിച്ച് ഇന്ദ്രന് അഹല്യയെ കൂടാതെ ജീവിതമില്ലെന്ന് തോന്നലായി. അങ്ങനെ ഒരു ദിവസം ഗൗതമൻ സന്ധ്യാവന്ദനത്തിന് ഇറങ്ങിയ നേരം നോക്കി ആശ്രമത്തിനുള്ളിൽ ഗൗതമ രൂപം ധരിച്ച് ഇന്ദ്രൻ കടന്നു ചെന്ന് അഹല്യയെ പ്രാപിച്ചു. സൂര്യോദയം അടുത്തില്ലെന്ന് ദിക്കുനോക്കി മനസ്സിലാക്കിയ ഗൗതമ മഹർഷി തിരിച്ചാശ്രമത്തിലെത്തിയപ്പോൾ അതാ തന്റെ രൂപം ധരിച്ച ഒരുവൻ ഭയന്ന് വിറപൂണ്ടു നിൽക്കുന്നു. കോപാകുലനായി തീർന്ന ഗൗതമൻ, നിൽക്കവിടെ ദുരാത്മാവേ, നീ ആരാണ്? പറയൂ, പരമാർത്ഥം തുറന്നു പറയൂ. എന്റെ രൂപം കൈക്കൊണ്ട് ഞാനില്ലാത്ത നേരം എന്റെ ആശ്രമത്തിൽ കടക്കാൻ എന്താണ് കാരണം? നിർലജ്ജനായ ഹേ ദുരാത്മാവേ, അങ്ങയുടെ വൃത്താന്തമെല്ലാം ഞാനിത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം തെളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ അങ്ങയെ ഭസ്മമാക്കും. മഹാമുനി, ഞാൻ സ്വർലോകനായകനായ ഇന്ദ്രനാണ്. കാമവെറി കൊണ്ടും മൂഢത്വം കൊണ്ടും വന്നു ചേർന്ന വിനകളാണെല്ലാം. നിന്തിരുവടി പുറത്ത് രക്ഷിക്കണം പ്രഭു. സഹസ്രഭകനായി തീരട്ടെ നീ. അങ്ങനെ 1000 യോനികളിലൂടെ നീ ചെയ്ത ദുഷ്കർമ്മഫലം അനുഭവിക്കുക. സ്വാമി, ഞാൻ നിരപരാധിനി.
ഹേ ദുരാചാരി, ദുർവൃത്തെ, നിന്റെ അതിസാമർത്ഥ്യം വളരെ ഭംഗിയായി. നിന്റെ ഈ ദുഷ്കൃത അവസാനിക്കാൻ കല്ലായിട്ട് ആഹാരവും നീഹാരവും ഇല്ലാതെ വെയിലും കാറ്റും മഴയും സഹിച്ച് ശ്രീരാമപാദാംബുജം ധ്യാനിച്ച് നീ ഇവിടെ വസിക്കൂ. ശ്രീരാമപാദ കമലസ്പർശം ഉണ്ടാകുമ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം അവസാനിക്കും. എന്നിട്ട് രാമദേവനെ ഭക്തിപൂർവം പ്രദക്ഷിണം ചെയ്ത് സ്തുതിച്ച് പരിശുദ്ധ മാനസിയായി തീരുമ്പോൾ ശാപമോക്ഷം ലഭിക്കും. അന്ന് എന്നെ ശുശ്രൂഷിക്കാം, എന്റെ സഹധർമ്മിണിയായി കൂടെ ജീവിക്കാം. ഇപ്രകാരം ശാപമോചനമാർഗം നിർദ്ദേശിച്ച ശേഷം ഗൗതമൻ ഹിമാലയത്തിന്റെ പാർശ്വഭാഗത്തേക്ക് നടന്നകന്നു. അന്നു മുതൽ അങ്ങയുടെ പാദപാംസുക്കൾ അണിയാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നിമിഷവും കാത്ത് ശിലയായി ദുഃഖിതയായി തപസ് ചെയ്ത് കഴിയുകയാണ് അഹല്യ. ബ്രഹ്മപുത്രിയായ അഹല്യയുടെ പാപഭാരം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഇല്ലാതാക്കിയാലും, അങ്ങനെ അഹല്യാദേവിയെ നിർമ്മലയാക്കി മാറ്റിയാലും. ശ്രീരാമകുമാരൻ ആ ശിലാരൂപത്തിൽ മെല്ലെ പാദമൂന്നി. ഞാൻ രാമനാണ്. എൻ്റെ വിനീതമായ നമസ്കാരം ദേവിയെ അറിയിക്കുന്നു. പെട്ടെന്ന് അഹല്യാദേവിക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടി. ആ സാധ്വി ആനന്ദസാഗരത്തിൽ മുങ്ങിക്കുളിച്ചു നിന്നു. അതാ മുന്നിൽ സുകുമാര കളയവരനായ ശ്രീരാമദേവൻ അനുജനുമൊന്നിച്ച് ചാപബാണധാരികളായി നിൽക്കുന്നു. ദിക്കുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാന്തിപ്രസരത്തോടെ വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്ത് ഭക്തവത്സനായ ഭഗവാൻ ശ്രീരാമദേവൻ നിൽക്കുന്നു. അഹല്യ രോമാഞ്ച ശരീരയായി ഗദ്ഗദകണ്ഠയായി ഭഗവാൻ ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. ഇങ്ങനെ ഭക്തിപൂർവ്വം ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച ശേഷം അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അഹല്യാദേവി ഗൗതമ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. വിശ്വാമിത്രനും ആ രംഗം കണ്ട് ആനന്ദചിത്തനായി തീർന്നു. പിന്നീട് ലോകനായകനായ ശ്രീരാമദേവനോട് മഹർഷി വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. ബാലകന്മാരെ, നമുക്കിനി മിഥിലാപുരിയിലേക്ക് പുറപ്പെടാം. അവിടുത്തെ യാഗവും മഹാദേവ ചാപവും കണ്ട ശേഷം ഒട്ടും വൈകാതെ അയോധ്യയ്ക്ക് മടങ്ങാം. അവിടെ അച്ഛൻ അക്ഷമനായി കാത്തിരിക്കുകയാവും. മഹർഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ മിഥിലയിലെത്തിയ വിവരമറിഞ്ഞ ജനകമഹാരാജാവ് ഭക്തിപൂർവ്വം മഹർഷിയെ പൂജിച്ചു വണങ്ങി. അപ്പോഴാണ് മഹർഷിയുടെ സമീപത്ത് നിന്ന കുമാരന്മാരെ കണ്ടത്. സൂര്യചന്ദ്രന്മാരെപ്പോലെ പ്രഭ വിതറി നിൽക്കുന്ന ആ കുമാരന്മാരെക്കുറിച്ച് ജനകൻ വിശ്വാമിത്രനോട് ആരാഞ്ഞു. മഹർഷി, സാക്ഷാൽ മന്മഥൻ പോലും കണ്ട് കൈകൂപ്പി നിന്നുപോകുന്ന സുന്ദരന്മാരായ കുമാരന്മാർ ആരാണ്? മനുഷ്യരൂപം പൂണ്ട നരനാരായണന്മാരാണോ ഇവർ? ജനക മഹാരാജൻ, കേൾക്കൂ, ഇവരാരാണെന്ന് പറയാം. മഹാവീരനായ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ശ്രീരാമനാണ് ഇത് മൂന്നാമനായ ലക്ഷ്മണകുമാരൻ. എന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അയോധ്യയിൽ ചെന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. കാട്ടിൽ കടന്നപ്പോൾ തന്നെ ഘോരരൂപിണിയായ താടകയെ ഒരമ്പുകൊണ്ട് രാമൻ വധിച്ചു. ഈ പാദപാംസുക്കൾ കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷവും നൽകി. ശ്രീ പരമേശ്വര ശാപം കാണാനുള്ള അതിമോഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഉടനെ അതിനുവേണ്ട ഏർപ്പാട് ചെയ്യാമല്ലോ. ആരവിടെ? വേഗം ചെന്ന് ഈശ്വരജാപം കൊണ്ടുവരൂ. മഹർഷി, രാജകുമാരനായ രാഘവൻ ഈശ്വരജാപം കുലച്ച് വലിച്ചു മുറുക്കിയാണെങ്കിൽ എന്റെ മകളുടെ വല്ലഭനാക്കും കുമാരന് നിശ്ചയം. ശരി, എന്നാൽ ശിവജാപം ഇവിടെ കൊണ്ടുവരട്ടെ. അങ്ങനെയാകട്ടെ. ആരവിടെ? ഉടനെ ശിവചാപം ഇവിടെ കൊണ്ടുവരാൻ കിങ്കരന്മാരെ ഏർപ്പാട് ചെയ്യും.
ഇതാ ത്രയംബകം ചാപം എത്തിക്കഴിഞ്ഞല്ലോ. ആഹാ, എന്തൊരു അലങ്കാരമാണ് കാണാൻ. ഈ ത്രയംബകത്തെ ഞാൻ വന്ദിക്കുന്നു. മഹർഷി, ഈ വില്ലെടുക്കാമോ? കുലയ്ക്കാമോ? ഞാൻ വലിക്കാമോ? പറയൂ. എല്ലാം ആകാം. ആവുന്നത് ചെയ്താലും മടിക്കണ്ട. ഇത് നിമിത്തം ഒരു മംഗളകർമ്മം നടക്കുവാൻ പോകുകയല്ലേ. എന്നാൽ ഞാനിതാ ഈ ഈശ്വര ചാപം എടുത്ത് കുലച്ച് വലിക്കുകയാണ്. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൻ കൗതുകമുണ്ടായി വന്നു ജനകനൃപേന്ദ്രനും. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. അങ്ങനെ മിഥിലാപുരി ആകമാനം ആനന്ദത്തിൽ ആറാടി നിൽക്കുമ്പോൾ ജനക മഹാരാജാവ് വിശ്വാമിത്രനെ വണങ്ങിയ ശേഷം പറഞ്ഞു, മഹർഷേ, ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഉടനെ തന്നെ ദൂതന്മാർ വശം ഈ വിവരം കുറിച്ച പത്രം കൊടുത്തയച്ച് ദശരഥ മഹാരാജാവിനെ അറിയിക്കണം. നിശ്ചയമായും ഉടൻ തന്നെ ആളെ അയച്ചറിയിക്കണം. വിശ്വാമിത്രനും മിഥിലാധിപനും ചേർന്ന് ദശരഥ മഹാരാജാവിന് വിശ്വാസം വരത്തക്ക വിധത്തിൽ എല്ലാ വൃത്താന്തങ്ങളും എഴുതി ദൂതന്മാർ വശം കൊടുത്തയച്ചു. ദൂതന്മാർ അതിവേഗം സന്ദേശം സാകേതത്തിൽ ദശരഥ മഹാരാജാവിന്റെ കൈകളിലെത്തിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പരിവാരങ്ങളോടുകൂടി മിഥിലയിൽ എത്തിച്ചേർന്ന ദശരഥ മഹാരാജാവിനെ അർഘ്യപാദ്യാദികൾ കൊണ്ട് യഥാവിധി ജനകൻ പൂജിച്ചു. ശ്രീരാമലക്ഷ്മണന്മാർ അച്ഛനമ്മമാരെയും ഗുരുവിനെയും യഥാവിധി നമസ്കരിച്ചു. ഭരത ശത്രുഘ്നന്മാർ ജ്യേഷ്ഠനെയും, ലക്ഷ്മണൻ ഭരതനെയും, ശത്രുഘ്നൻ ലക്ഷ്മണനെയും ആദരപൂർവം വണങ്ങി. ദശരഥ മഹാരാജാവ് ആനന്ദാതിരേകത്താൽ ശ്രീരാമകുമാരനെ മാറോടണച്ചു പുണർന്നു. തുടർന്ന് ലക്ഷ്മണനെയും. ആ പരമാനന്ദ മുഹൂർത്തത്തിൽ ജനകമഹീപതി ദശരഥ മഹാരാജാവിന്റെ കൈകൾ ഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: രാജൻ, വിവാഹം കഴിപ്പിച്ചയക്കാൻ 4 കന്യകമാരാണ് എനിക്കുള്ളത്. അങ്ങയ്ക്ക് 4 പുത്രന്മാർ. ആ കുമാരന്മാർക്ക് എൻ്റെ പുത്രിമാരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താലോ? അങ്ങ് ആലോചിച്ച് പറയുക. ആലോചിക്കാൻ എന്താണ്? ഇതാ ഗുരുഭൂതന്മാർ നിൽക്കുന്നു. അവർ യോജിച്ച 4 മുഹൂർത്തങ്ങൾ നിശ്ചയിക്കുകയേ വേണ്ടൂ. ദൈവദൃക്കുകളായ വസിഷ്ഠ വിശ്വാമിത്രാദികൾ പെട്ടെന്ന് തന്നെ 4 മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചു. വിചിത്രവും അതിമനോഹരവുമായ ഒരു കതിർമണ്ഡപം തീർത്തു. രത്നം പതിച്ച സ്തംഭങ്ങളും തോരണങ്ങളും കൊണ്ടും മുത്തുമാലകൾ, പുഷ്പഫലങ്ങൾ എന്നിവ കൊണ്ടും മണ്ഡപം അലങ്കരിച്ചു. രത്നഖചിതമായ ഒരു സ്വർണപീഠം ഒരുക്കിവെച്ച് അതിൽ ശ്രീരാമപാദങ്ങൾ ഭക്തിപൂർവ്വം കഴുകിയ ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് ഹോമവും കഴിച്ച് തന്റെ ഓമനപുത്രിയായ സീതയെ ജനകമഹാരാജാവ് ശ്രീരാമകരങ്ങളിൽ അർപ്പിച്ചു. സാക്ഷാൽ ശ്രീനാരായണമൂർത്തിയായ രാമദേവന്റെ തൃപ്പാദം കഴുകിയ ജലം ശിരസിൽ തളിച്ച് രോമാഞ്ചകഞ്ചുകിതനായി നിന്നു ജനകമഹാരാജാവ്. ഊർമിളെ ലക്ഷ്മണകുമാരനും ശ്രുതകീർത്തിയ ഭരതനും മാണ്ഡവീയ ശത്രുഘ്നനും യഥാവിധി പത്നിമാരായി സ്വീകരിച്ചു. ആ സന്ദർഭത്തിൽ വസിഷ്ഠനോടും വിശ്വാമിത്രനോടുമായി ജനകമഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു: യാഗഭൂമി വിശുദ്ധമാക്കുവാൻ വേണ്ടി നിലം ഉഴുതുമറിക്കുമ്പോൾ ഒരിക്കൽ ഉഴവുചാലിന്റെ നടുവിൽ
ഒരു കന്യകാരത്നത്തെ കാണുകയുണ്ടായി. സീതാമധ്യത്തിൽ കണ്ടതുകൊണ്ട് സീത എന്ന് നാമകരണവും ചെയ്ത് എൻ്റെ ഓമന പുത്രിയായി വളർത്തി. അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം നാരദ മഹർഷി എഴുന്നള്ളി ഇങ്ങനെ അരുളി ചെയ്തു: നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചതു. രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ. ഇങ്ങനെ അരുളി ചെയ്ത് മറഞ്ഞ ശേഷം സീതയെ ഭക്തിപൂർവം എൻ്റെ മകളായി വളർത്തി. പക്ഷെ എങ്ങനെയാണ് ശ്രീരാമദേവൻ സീതയെ കൊടുക്കേണ്ടത്? അതിനെന്താണ് ഒരു പോംവഴി? എന്നിങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് തോന്നി. ശൈവചാപം കുലച്ച് വലിച്ചു മുറിക്കുന്ന പുരുഷന് എൻ്റെ മകളെ കൊടുക്കാമെന്നുള്ള പന്തയം നിശ്ചയിച്ചാലോ എന്ന്. ഒടുവിൽ അങ്ങനെ തന്നെ നിശ്ചയിച്ചു. പൃഥ്വിപാലകന്മാരെയെല്ലാം പന്തയത്തിൽ പങ്കെടുക്കാൻ വരുത്തി. പക്ഷെ എല്ലാവരും വില്ലെടുക്കാൻ പോലും ശക്തരല്ലാതെ മടങ്ങിപ്പോവുകയാണുണ്ടായത്. അത്ഭുതപുരുഷനായ രാമകുമാരനെ അല്ലയോ മഹർഷി, അങ്ങയുടെ കാരുണ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും ലഭിച്ചു. ഇപ്രകാരമെല്ലാം പറഞ്ഞ ശേഷം ശ്രീരാമദേവനെ നോക്കി ജനകൻ അറിയിച്ചു: ഖദ്യോതാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. നിരവധി വാദ്യവൃന്ദങ്ങളുടെ അകമ്പടിയോടെ അയോധ്യയിലേക്ക് തിരിച്ചു. ഏതാണ്ട് 3 യോജന ദൂരം ചെന്നപ്പോഴേക്കും ചില ദുർനിമിത്തങ്ങൾ കാണാനിടയായി. അത് കണ്ടിട്ട് വസിഷ്ഠ ഗുരു, എന്താണ് ഇങ്ങനെ ദുർനിമിത്തങ്ങൾ കാണാൻ കാരണം? രാജൻ, അല്പം ഭീതിക്ക് കാരണമായൊരു സംഭവം ഉടനെ ഉണ്ടാകും. എങ്കിലും അത് പിന്നീട് അഭയപ്രദവുമായിരിക്കും. ഭയപ്പെടാനൊന്നുമില്ല. നല്ലതേ വരും. കീർത്തിക്ക് കാരണമായി തീരുന്നതായിരിക്കും ആ സംഭവം. വസിഷ്ഠൻ അരുളി ചെയ്ത് കഴിഞ്ഞ നേരം തന്നെ വഴിമധ്യേ പരമശിവന്റെ വത്സല ശിഷ്യനായ ഭാർഗവരാമൻ വരുന്നത് കാണാനിടയായി. കാർമേഘത്തിന് തുല്യമായ വർണ്ണത്തോടും വെളവാഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ടും തീപ്പൊരി പാറുന്ന കണ്ണുകളോടെ ആ മഹാപരാക്രമി വഴിമധ്യത്തിൽ തന്നെ നിന്നു. അത് കണ്ട് ദശരഥ മഹാരാജാവ് ഒട്ടും വൈകാതെ ഓടിച്ചെന്ന് ആ പാദങ്ങളിൽ വീണ് വണങ്ങി. കൂടെ പരിജനങ്ങൾ ഭക്തിപൂർവ്വം അദ്ദേഹത്തെ പ്രകീർത്തിച്ചു പാടി സ്തുതിച്ചു. ഇതൊക്കെയായിട്ടും അടങ്ങാതെ കൊടും ചൂട് വമിക്കുന്ന ഉച്ചസൂര്യനെപ്പോലെ ജ്വലിച്ചുകൊണ്ട് അഗ്നിജ്വാല വമിക്കുന്ന മുഖത്തോടെ ശ്രീരാമകുമാരനെ നോക്കി പറഞ്ഞു: എന്ത്? ഞാനല്ലാതെ ഈ ത്രിഭുവനത്തിൽ മറ്റൊരു രാമനോ? മനുഷ്യനായ അങ്ങ് ക്ഷത്രിയനാണെങ്കിൽ അവിടെ നിന്ന് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്തിട്ട് പൊയ്ക്കൊള്ളൂ. വില്ലെടുക്കാൻ സമർത്ഥനല്ലേ നീ? ശൈവചാപം മുറിച്ചവനല്ലേ നീ? ഇതാ എന്റെ കയ്യിലുണ്ട് ഒരു ചാപം, വൈഷ്ണവ ചാപം. ക്ഷത്രിയനാണെങ്കിൽ ഈ ചാപം പ്രയോഗിക്കൂ. എങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം. അല്ലെങ്കിൽ ഒരെണ്ണം അവശേഷിക്കാതെ സകലരെയും നിമിഷ നേരം കൊണ്ട് ഞാൻ സംഹരിക്കുന്നുണ്ട്. ക്ഷത്രിയ കുലാന്തകനാണ് ഞാനെന്നറിയാമല്ലോ. പരശുരാമന്റെ ഭാവം കണ്ട് ഭൂമിയും സമുദ്രവും വിറച്ചു. ദിക്കുകളൊക്കെ അന്ധകാരം കൊണ്ട് മറഞ്ഞു. നദീജലങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ദേവാദികളെല്ലാം കുഴങ്ങി. താപസശ്രേഷ്ഠന്മാരെല്ലാം ചിന്തയിൽ മുഴുകി.
ദശരഥൻ ഭയം കൊണ്ട് വിറച്ചു. വസിഷ്ഠ മഹർഷിയും വല്ലാതെ നിന്ന് പരിങ്ങി. ഈ അവസരത്തിൽ സുന്ദരഭാവത്തോടെ ശ്രീരാമകുമാരൻ ക്രുദ്ധനായി നിൽക്കുന്ന ഭാർഗവരാമനോട് ഇപ്രകാരം അരുളി ചെയ്തു. മഹാനുഭാവ, അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാലോ? അവർക്ക് പിന്നെ ആരാണ് ഒരാശ്രയം? ആശ്രമത്തിനും കുലത്തിനും ചേർന്ന ധർമ്മം അവർ പാലിക്കുന്നതെങ്ങനെ? തപോനിധി, ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണ്. ശസ്ത്രാസ്ത്ര പ്രയോഗത്തിൽ വലിയ സമർത്ഥനല്ല. ശത്രുമിത്രാദികളോട് ഉദാസീന ഭാവവും എനിക്കില്ല. ശത്രു സംഹാരത്തിനുള്ള ശക്തിയും എനിക്കില്ല. നിന്തിരുവടിയുടെ ആഗ്രഹത്തെ ലംഘിക്കുവാൻ സാക്ഷാൽ മഹാദേവൻ പോലും തുനിയില്ല. അവിടുന്ന് ആ വില്ലിങ്ങ് തന്നാലും കഴിയുമെങ്കിൽ ഞാൻ ആ വില്ല് കുലയ്ക്കാം. അല്ലെങ്കിൽ എന്നിൽ തിരുവുള്ളക്കേടുണ്ടാവരുത്. ദയാനിധിയായ ഭഗവൻ, ഇതാ ഞാൻ അങ്ങയുടെ ചാപത്തിൽ ഞാൻ കെട്ടി അമ്പ് തൊടുത്തു കഴിഞ്ഞു. ഈ ബാണം നിഷ്ഫലമാവാൻ പാടില്ല. വേഗം ലക്ഷ്യം കാട്ടിത്തരൂ. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ശ്രീരാമകുമാരനെ നോക്കി ഇപ്രകാരം ഭക്തിപൂർവം പ്രാർത്ഥിച്ച ശേഷം ഭാർഗവരാമൻ പുരാവൃത്തങ്ങൾ പറയാൻ തുടങ്ങി. ബാല്യത്തിൽ തന്നെ ചക്രതീർത്ഥത്തിൽ ചെന്ന് ഭഗവാൻ ചക്രപാണിയെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി വരം നേടി കാർത്തവീര്യാർജുനനെ വധിച്ചതും, ക്ഷത്രിയ വംശത്തെ 21 പരിവൃത്തി നിഗ്രഹിച്ച് ഭൂമി മുഴുവൻ കശ്യപന് ഭഗവാന്റെ നിയോഗമനുസരിച്ച് ദാനം ചെയ്തതും എല്ലാം. ഒടുവിൽ ഭൃഗുരാമൻ ശ്രീരാമദേവനോട് പറഞ്ഞു: രാമചന്ദ്ര, നാരായണമൂർത്തിയുടെ എല്ലാ നിയോഗങ്ങളും ഞാൻ അനുഷ്ഠിച്ചു കഴിഞ്ഞു. മഹാവൈഷ്ണവ തേജസ് അങ്ങയിലാക്കാനാണ് ശരാസനം കയ്യിൽ തന്നത്. ഇന്നെന്റെ ജന്മം സഫലമായി. അങ്ങയുടെ രൂപം എന്നും എന്റെ ഉള്ളിൽ തെളിയാൻ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമസന്നിധിയിൽ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ ദാശരഥേ, നമസ്തേ സതാം പതേ, നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ, നമസ്തേ വേദപതേ, നമസ്തേ ദേവപതേ, നമസ്തേ മഖപതേ, നമസ്തേ ധരാപതേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിന്ന ഭാർഗവരാമന് അദ്ദേഹത്തിന്റെ ആഗ്രഹ നിവൃത്തി വരുത്തിക്കൊടുത്തു ശ്രീരാമദേവൻ. ഇതെല്ലാം കണ്ടുനിന്ന ദശരഥ മഹാരാജാവ് എല്ലാ ദുഃഖവും അകന്നവനായി ആനന്ദത്തിൽ ആറാടി രാമകുമാരനെ ഗാഠമായി ആശംസിച്ചു. എന്നിട്ട് വസിഷ്ഠ ഗുരുവിനോടും പുത്രന്മാരോടും സൈന്യങ്ങളോടും കൂടി അയോധ്യാപുരിയിലേക്ക് തിരിച്ചു. അധ്യാത്മരാമായണം ബാലകാണ്ഡം സമാപിച്ചു.